ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. നമുക്ക് 2 ആഴ്ച കൊണ്ട് ക്രിസ്മസിന് വേണ്ടി ഒരു അടിപൊളി വൈൻ തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ വൈൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിങ്ങയാണ്. 1.5 കിലോ മുന്തിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ വൈനിടുമ്പം ഈ മുന്തിരിങ്ങയിൽ ഒട്ടും നനവൊന്നും പാടില്ല. അപ്പോൾ ഇതിന് നമ്മൾ വേറെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിത് നനവുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പം ഈ 1.5 കിലോ മുന്തിരിക്ക് വേണ്ടി ഞാൻ 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കണം. വെള്ളം തിളച്ചിട്ട് നമ്മളിതിലേക്ക് മുന്തിരി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഈ മുന്തിരിക്ക് മറ്റേ 41 ദിവസവും 60 ദിവസമൊക്കെ കെട്ടിവെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിനൊന്നും മാറ്റമൊന്നുമില്ല. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി മുന്തിരി ഇട്ട് കൊടുത്തേക്കാം. ഒന്ന് 2 മിനിറ്റ് അത് മുന്തിരി ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. ഒരുപാട് നേരം മുന്തിരി ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് കിടക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അലുത്തു പോവും. അപ്പം നമുക്ക് ഈ വൈൻ തയ്യാറാക്കാൻ വേണ്ടി 1.5 കിലോ മുന്തിരിക്ക് നമുക്ക് വേണ്ടത് 3/4 കിലോളം പഞ്ചസാര വേണം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോയോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം നമ്മുടെ മുന്തിരി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുന്തിരി നമുക്കെടുത്ത് വെള്ളം കളഞ്ഞ് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മളിങ്ങനെ തിളപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മുന്തിരി ആക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതിലെല്ലാം പോയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ പൂപ്പലും അങ്ങനെയൊന്നും പിടിക്കുകയൊന്നുമില്ല, മോശമായി പോകുമൊന്നുമില്ല കേട്ടോ വൈൻ. അപ്പം നമ്മൾ വെന്ത മുന്തിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മുന്തിരി കോരിയ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈന് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പഞ്ചസാര അലുത്തോളും. അപ്പം എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിനി നമുക്ക് എന്ത് ചെയ്യണം, തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വൈനാക്കാൻ തുടങ്ങാവുള്ളേ. അപ്പം നമുക്ക് മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ വൈനാക്കുമ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് പിന്നെ ഷുഗർ ഇട്ട് പിന്നെയും മുന്തിരി ഇട്ട് ഇങ്ങനെ തട്ടായിട്ട് അല്ലെങ്കിൽ ലെയറായിട്ടാണ് നമ്മൾ ആക്കുക. ഇവിടെ ആ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി ഷുഗർ വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം മുന്തിരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും ചില്ല് പാത്രത്തിലാണ് ഇത് വൈൻ കെട്ടി വെക്കേണ്ടത്. ഇവിടെ ചില്ല് പാത്രം, ഇത് കൊള്ളുന്ന ചില്ല് പാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിപ്പം പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മുന്തിരിയുടെ ചാറ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചിലവർ ഈസ്റ്റ് ചേർക്കും കേട്ടോ, കുറച്ച് വൈന് വീര്യമൊക്കെ കൂടാൻ വേണ്ടി. ഞാനിവിടെ ഈസ്റ്റ് ചേർക്കുന്നില്ല, അത്ര വീര്യമൊന്നും വേണ്ട. ഈസ്റ്റ് ചേർത്തില്ലെങ്കിലും നല്ല അത്യാവശ്യം വീര്യമുള്ള വൈൻ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പും കുറച്ച് കറുവപ്പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഗോതമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഗോതമ്പ് ഞങ്ങളുടെ അടുത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സൂചി ഗോതമ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും. അതാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേരെ. പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.